നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ വാദം തുടരുകയാണ്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് റഫറൻസ് പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് പ്രധാനമായും ഇന്ന് നടക്കുക. ബില്ലുകൾ ഗവർണർമാർ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ വാദം തെറ്റാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ചോദിച്ചിരുന്നു. അതേസമയം ഭരണഘടനയ്ക്കും സർക്കാരിനുമിടയിലുള്ള പാലമാണ് ഗവർണർ എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. വാർത്തയുടെ വിശദാംശങ്ങൾ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഈ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കാനുള്ള ഒരു അധികാരം ഇല്ല ഗവർണർക്ക് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരുകൾ ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെയും ഒക്കെ ആവശ്യം അത് തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും സുപ്രീം കോടതി ഇതിലൊരു മറുപടി പറയുക? ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഈ വാദത്തിനിടെ സുപ്രീം കോടതി പറഞ്ഞിരുന്നല്ലോ. അഖില, ഭരണഘടനയുടെ അനുച്ഛേദം 200-ഉം 201-ഉം പ്രകാരമാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും പ്രത്യേക വിവേചനാധികാരം ബില്ലുകളുടെ കാര്യത്തിൽ നൽകുന്നത്. അതിൽ തന്നെ ഗവർണർക്ക് 200-ാം അനുച്ഛേദ പ്രകാരം ആ ബില്ല് തടഞ്ഞു വെക്കാനും അതിന്റെ വിശദീകരണം സർക്കാരിനോട് ചോദിക്കാനും ഒക്കെ പറ്റും, തിരിച്ചയക്കാനും പറ്റും. അതല്ലാതെ അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് കൈമാറുകയാണ്. അപ്പോൾ കേരളത്തിന്റെ വാദത്തിനിടയിലാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത്. കേരളം പറഞ്ഞു, കഴിഞ്ഞ കുറെ കാലങ്ങളായി പല സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബില്ലുകൾ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കുന്നു, വർഷങ്ങളോളം പിടിച്ചുവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ള വാദം ഉയർത്തി. ഈ സമയത്താണ് അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടാകുന്നത്. അതായത് അത്തരമൊരു വാദം തെറ്റാണ് എന്ന തരത്തിലാണ്. ഈ സമയത്താണ് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി തന്നെ പറഞ്ഞത് അതെങ്ങനെയാണ് തെറ്റായ ഒരു വാദമാണെന്ന് പറയാൻ കഴിയുക എന്നുള്ളത് ചോദിച്ചു. കാരണം മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രധാനമായും കോടതി ഉയർത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദത്തിൽ തന്നെ ഇതിനൊരു സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നൊരു വാക്കാൽ പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം ആ വിവേചനാധികാരം നിലനിർത്തി പോകേണ്ടത് ആവശ്യമാണോ എന്നൊരു ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 2-അംഗ ബെഞ്ച് ഇതിനൊരു സമയപരിധി നിശ്ചയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി റഫറൻസിലൂടെ ചോദിക്കുന്നത്. അതിന് നിയമസാധ്യത എന്താണ്? ഭരണഘടനാപരമായ അധികാരങ്ങൾക്കിടയിലേക്ക് കടക്കാൻ നിയമവ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്കായാലും ജുഡീഷ്യൽ സംവിധാനത്തിന് അധികാരമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. കേന്ദ്രത്തിന്റെ വാദം തന്നെയാണ് ഇന്നും തുടരുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ വളരെ തിടുക്കപ്പെട്ട പല ബില്ലുകളിലും തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ബില്ലുകൾ മേൽ എന്താണ് അതിന്റെ താല്പര്യമെന്ന് പരിശോധിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം. രാഷ്ട്രപതി ഭവനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ സമയപരിധി ഒഴിവാക്കി കിട്ടണം. മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു പല താല്പര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിച്ചാണ് ഒരു ബില്ലിൽ ഗവർണർ ആണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇതിനൊരു സമയപരിധി നിശ്ചയിച്ചാൽ സർക്കാർ മറ്റ് നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേ വാദം തന്നെയാണ് കേരളവും ഉന്നയിക്കുന്നത്. ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പല ബില്ലുകളിലും അത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. പ്രധാനമായും കേരളവും തമിഴ്നാടാണ് കൂടുതലും ശക്തമായി ഈ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാടിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ 2-അംഗ ബെഞ്ച് ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഈ വാദം ഇന്നും തുടരുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമയപരിധി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ബദൽ സംവിധാനം വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ അടക്കം വാദം. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം വെച്ചാൽ അത് ഭരണഘടനാ ലംഘനമാണ്. ഇനി അങ്ങനെ ഒരു നിർദ്ദേശം സമയപരിധി നിശ്ചയിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ നൽകിയിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളെല്ലാം തന്നെ പരിഷ്കരിച്ച് ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം. അഖില.